വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ സ്ഥാപനങ്ങളിലും അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടി അധിക സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ടാലി എന്നുള്ളത്. ആ ഒരു ടാലിയിലെ ആദ്യത്തെ ഭാഗമാണ് കമ്പനി ക്രിയേഷൻ. ആ ഒരു കമ്പനി ക്രിയേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ലോക്ക്ഡൗൺ കാലത്ത് കോളേജുകളൊക്കെ അടച്ച് നിങ്ങൾ വീട്ടിലിരിക്കുകയാണോ? കണ്ണൂർ യൂണിവേഴ്സിറ്റി 2ാം വർഷ BCom ക്ലാസുകൾ ഇനി ഓൺലൈനിലൂടെ മിതമായ നിരക്കിൽ ലഭ്യമാണ്. ബിസിനസ് ലോ, കോർപ്പറേഷൻ 1, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എല്ലാ വിഷയങ്ങളും മിതമായ നിരക്കിൽ ട്യൂഷൻ എടുത്തു കൊടുക്കുന്നു. ഇന്ന് നമ്മൾ ടാലി സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ടാലി ഫസ്റ്റ് തുറന്ന് വന്നാൽ തന്നെ ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണിക്കുക. അപ്പോൾ ഇവിടെ പല ഓപ്ഷനുണ്ട്. നമ്മൾ കൊമേഴ്ഷ്യൽ ആവശ്യത്തിനല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷനിൽ മോഡാണ്ട് വർക്കിംഗ് എഡ്യൂക്കേഷൻ മോഡ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ യൂസറെന്നും അൺലിമിറ്റഡ് മൾട്ടി യൂസർ എന്ന 2 ഓപ്ഷൻ കാണാം. അപ്പോൾ ഇവിടെ മൾട്ടി യൂസറിന് വേണമെങ്കിൽ ഈ രണ്ടാമത്തെ ഗോൾഡ് മോഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സിൽവർ ഉപയോഗിക്കുക. ഞാനിവിടെ സിൽവർ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു കമ്പനി ആദ്യം ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മളൊരു കമ്പനി ആദ്യം ക്രിയേറ്റ് ചെയ്താലേ നമുക്കുള്ള അക്കൗണ്ടുകളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പനി ക്രിയേഷനാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ തുറന്ന് വരുന്ന ഈ വിൻഡോയിൽ കാണുന്നത് ഗേറ്റ് വേ ഓഫ് ടാലി. അപ്പോൾ ഇതിലാണ് മെയിൻ എല്ലാ ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് കമ്പനി ക്രിയേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കമ്പനി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇവിടെ ഡബിൾ ക്ലിക്ക് F3 കമ്പനി ഇൻഫർമേഷൻ എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Alt F3 എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്പനി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ മെനു തുറന്ന് വരും. അവിടെ സെലക്ട് കമ്പനി, കണക്ട് കമ്പനി, ഷട്ട് കമ്പനി, ക്രിയേറ്റ് കമ്പനി, ഇങ്ങനെ ആൾട്ടർ എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് കമ്പനി എന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ C എന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ തുറന്നു വരും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആദ്യം നമുക്ക് കമ്പനി നെയിം എന്താണ് കൊടുക്കാം. അപ്പോൾ കമ്പനിക്ക് നമുക്ക് നെയിം ആവശ്യമാണ്. അപ്പോൾ കമ്പനീൻ്റെ നെയിം തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ ABC എന്ന് പറഞ്ഞ കമ്പനി കൊടുക്കുകയാണ്. ഓക്കെ, അടുത്ത എൻ്റർ എടുത്ത് കഴിഞ്ഞാൽ കമ്പനീൻ്റെ മെയിലിംഗ് കോൺടാക്റ്റ് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. അവിടെ മെയിലിംഗ് നെയിം എന്തൊക്കെയാണെന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ മെയിലിംഗ് നെയിം കൊടുത്തു കഴിഞ്ഞു. അഡ്രസ്സ് എവിടെയാണെന്ന് വെച്ചാൽ സ്ഥലം കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഞാനിവിടെ ഇപ്പോൾ വെറുതെ കാസർഗോഡ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ രാജ്യത്തിന് ചോദിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ ആണ്. ഓക്കെ, ഇന്ത്യ ഓക്കെ കൊടുത്തു കഴിഞ്ഞു. അടുത്ത സ്റ്റേറ്റ് ഏതാണെന്ന് നോക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കേരള എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നമുക്കിവിടെ കേരള എന്ന് കണ്ടു. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരള വരും. പിൻകോഡ് ഞാനിവിടെ കൊടുക്കുന്നില്ല, പിൻകോഡ് കൊടുക്കാം. പിന്നെ ടെലിഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്. അടുത്ത് കഴിഞ്ഞാൽ കറൻസി സിമ്പലാണ് ചോദിക്കുന്നത്. കറൻസി സിമ്പൽ RS പുതിയത് അപ്ഡേറ്റ് വേർഷൻ അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് വേർഷനിൽ നമ്മൾ റുപ്പീസിൻ്റെ പുതിയ ചിഹ്നമാണ് വരിക. ഓക്കെ, അടുത്തത് കഴിഞ്ഞാൽ എൻ്റെ ഇൻവെൻട്രി ആണോ അല്ല അക്കൗണ്ട്സ് ഇൻവെൻട്രി ഇല്ലാതെ ആണോ എന്ന് ചോദിക്കുകയാണ്. തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ ഓക്കെ കൊടുക്കാം. ഓക്കെ, ഫൈനാൻഷ്യൽ ഇയർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. സാധാരണ ഇന്ത്യൻ്റെ ബേസ്ഡ് കമ്പനിയൊക്കെ April 1 തുടങ്ങിയിട്ട് March 31 അവസാനിക്കുകയാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ ഫ്രം 1/4/2019 കൊടുക്കുകയാണ്. ഓക്കെ, സെയിം തന്നെയാണ് താഴെയും വേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ മോഡാണോ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഡിസേബിൾ ചെയ്യണമെന്നുണ്ടൊക്കെ ചോദിക്കുന്നുണ്ട്. നോ ആണെങ്കിൽ നോ കൊടുക്കാം, മെസ് വേണമെന്ന് കൊടുക്കാം. ഞാൻ തൽക്കാലം ഓക്കെ കൊടുത്തുകൊണ്ട് വരികയാണ്. അടുത്ത പാസ്വേഡ് ചോദിക്കുകയാണ്. നമുക്ക് തുറക്കണമെങ്കിൽ പാസ്വേഡ് ആവശ്യമാണോ എല്ലാം ചോദിക്കുകയാണ്. വേണമെങ്കിൽ പാസ്വേഡ് കൊടുക്കാം, നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ എടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് വീണ്ടും കമ്പനീൻ്റെ കറൻസി ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ റുപ്പീസിലാണ്, ഇന്ത്യൻ റുപ്പിയാണ്. അവിടെ ഡെസിമൽ പ്ലേസ് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഡോട്ടിന് ശേഷം എത്ര ഡെസിമൽ വേണമെന്ന് ചോദിക്കുന്നത്. 2 എണ്ണമാണ് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ സഫിക്സ് എമൗണ്ട് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓരോ പൈസയാണോ ഓക്കെ അതൊക്കെ ഓക്കെ കൊടുത്തു കഴിഞ്ഞ് മില്യണിൽ കാണിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഇന്ത്യൻ കമ്പനി മില്യൺ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഓക്കെ നോ കൊടുത്തു കഴിഞ്ഞ് ഓക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി സ്പേസ് വേണോ അതിന് സിമ്പിൾ ഓക്കെ എന്നിട്ട് 2-3 ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യണോ വേണ്ടെന്ന ഓപ്ഷനാണ്. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി ക്രിയേറ്റ് ആവും. ഓക്കെ, നമ്മുടെ കമ്പനി ക്രിയേഷൻ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ കമ്പനി
ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞൂടെ. ഇനി കമ്പനിയിൽ എന്തെങ്കിലും തിരുത്ത് നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ പാസ്വേഡ് വേണം അങ്ങനെ എന്തെങ്കിലും തിരുത്ത് വേണമെങ്കിൽ നമുക്കിവിടെ ആൾട്ടർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ കീബോർഡിൽ അമർത്തി കഴിഞ്ഞാൽ ആൾട്ടർ എന്ന ഓപ്ഷൻ കഴിഞ്ഞാൽ ഏത് കമ്പനി, അവിടെ ഓൾറെഡി 2 കമ്പനി ഉണ്ട്, നമുക്ക് ഏത് കമ്പനി എന്ന് വെച്ചാൽ ABC ആണ്. ഇപ്പോൾ തിരുത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് കൊടുത്ത് മാറ്റം വരുത്തിയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അത് നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കമ്പനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷട്ട് കമ്പനി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഷട്ട് കമ്പനി എന്നുള്ള ഓപ്ഷന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കമ്പനിയാണ് ഡിലീറ്റ് ചെയ്യാൻ ചോദിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനി അവിടെ നിന്ന് ഡിലീറ്റായി പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.